ഹരി ഓം. ശ്രീമൻ നാരായണീയം ദശകം 3 ശ്ലോകം 4. മുനി പ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവൻ പാദാംഭോജ സ്മരണ വിരുജോ നാരദമുഖാ ചരന്തീശാസുരം സതത പരിനിർഭാത പരജിൻ സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാ കിമപരം. ശ്രീ ഹരേ നമ. ഈശ ഗൂഢാത്മഗതേഹ, സർവേശ്വര ഗൂഢമായ ആത്മഗതിയുള്ളവരും ഭവൻ പാദാംഭോജ സ്മരണ വിരുജഃ, അവിടുത്തെ പാതാരവിന്ദങ്ങളെ സ്മരിച്ച് അരോഗന്മാരുമായ രോഗമില്ലാത്തവരുമായ നാരദമുഖ മുനി പ്രൗഢാഹ, നാരദൻ മുതലായ മഹർഷിമാർ ജഗതി രൂഢ ഖലു, ലോകത്തിൽ പ്രസിദ്ധന്മാരാണല്ലോ, സതത പരിനിർഭാത പര, അവർ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്ന സ്വൈര്യം ചരന്തി, അഖണ്ഡ സച്ചിദാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് സ്വൈര്യമായി സഞ്ചാരം ചെയ്യുന്നു. അപരക്കും പിന്നെ മറ്റെന്താണ് വേണ്ടത്? ഈ ശ്ലോകം ഭാഗവതം പ്രഥമസ്കന്ധം 4-ാം അധ്യായത്തിൽ മഹാഭാരത നിർമ്മാണമടക്കം വളരെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും മനസ്സിന് തെളിവ് കിട്ടാതെ വിഷാദമഗ്നായിരിക്കുന്ന വേദവ്യാസന്റെ മുൻപിൽ നാരദൻ വന്നു ചേർന്നതിനെയും 7-ാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കുമെന്നുള്ള മുനിപുത്ര ശാപത്താൽ ദുഃഖിതനായി ഗംഗാതീരത്തിൽ പ്രായോപവേശം ചെയ്തിരിക്കുന്ന പരീക്ഷത്തിന്റെ മുൻപിൽ ശ്രീശിവൻ പ്രത്യക്ഷപ്പെട്ടതിനെയും അനുസ്മരിപ്പിക്കുകയാണ്. ആത്മഗതി എന്ന ശബ്ദത്തിന് ദേഹം കൊണ്ടുള്ള സഞ്ചാരമെന്നും മനോഗതിയെന്നും ജ്ഞാനമെന്നും തേജസ്സെന്നുമാണ് അർത്ഥങ്ങളുണ്ട്. ശുഖനാരദാദികളുടെ സഞ്ചാരാദികളെല്ലാം ഗൂഢമാണ്. അവരുടെ സഞ്ചാരവും വിചാരവും ജ്ഞാനവും പ്രഭാവവും ഒന്നും മറ്റുള്ളവർക്ക് ഗ്രഹിക്കാൻ സാധ്യമല്ല. വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്തെത്തി വേണ്ട ഉപദേശം നൽകുന്നവരാണ് അവർ. നാരദമുനി മഹർഷി അദ്ദേഹം ഓരോ സമയത്തും ദേവകാര്യത്തിന് വേണ്ടി സഞ്ചരിച്ച് ഭൂമിയിലാണെങ്കിലും എവിടെയാണെങ്കിലും വേണ്ട സമയത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നതും അദ്ദേഹമായിരുന്നു. 4-ാം ശ്ലോകത്തിൻ്റെ ലളിതാർത്ഥം: അല്ലയോ ഈശ്വര, വിശ്വപ്രസിദ്ധരായ നാരദാദി മുനിശ്രേഷ്ഠന്മാർ അങ്ങയുടെ പാദാംബുജ സ്മരണ മാത്രം ഒന്നിനാൽ ശോകങ്ങളിൽ നിന്ന് വിമുക്തരാകുകയും ഗൂഢമായ ആത്മജ്ഞാനത്തോടെ നിരന്തരം പരിലസിക്കുകയും ബ്രഹ്മാനന്ദ രസപ്രവാഹത്തിൽ നിമഗ്നരായി സ്വൈര്യമായി സഞ്ചരിക്കുകയും ചെയ്യുന്നു. അങ്ങേലുള്ള ഭക്തിയിൽ നിന്ന് ഇതിലധികം എന്തു വേണം? അവിടുത്തെ ഭക്തി ഉണ്ടായാൽ പിന്നെ മുക്തിയും കരഗതമാണെന്നുള്ളതാണ്. ഭക്തി ഒന്നു മാത്രം തന്ന് അനുഗ്രഹിക്കാൻ നാം എല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതിനുള്ള ശക്തിയും രോഗശാന്തിയും ഒക്കെ തന്നെങ്കിൽ മാത്രമേ ഭക്തിയോടെ ഭഗവാനെ ഭജിക്കാൻ ഒരു മനസ്സും കൂടെ വേണം. അതിനു വേണ്ട സമയം നാം കണ്ടെത്തണം. ഭഗവാനിൽ ആ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഭഗവാൻ കേൾക്കും. ആശ്രിത വത്സലനാണ് ഭഗവാൻ. ആശ്രയിക്കുന്നവരുടെ സങ്കടങ്ങൾ മുഴുവൻ തീർക്കുന്ന കരുണാമയനാണ് ഭഗവാൻ. ആ കാരുണ്യമൂർത്തി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം.